എൻ്റെ പേര് ഉല്ലാസ് ബാബു. ഞാൻ നീലേശ്വരം കരുവാച്ചേരി സ്വദേശിയാണ്. ഇത് എൻ്റെ ഭാര്യ നിസരി, ഇതെൻ്റെ മകൻ ഏബൽ മാത്യു, മാത്തുക്കുട്ടി എന്ന് വിളിക്കും. ഇവന് ചെറുപ്പം മുതലേ ഈ അക്ഷരമാലകൾ അതിനോട് ഭയങ്കര ഒരു ക്രേസായിരുന്നു. അപ്പം ഇപ്പം തന്നെ ഏകദേശം ഈ 6 വയസ്സിൻ്റെ ഉള്ളിൽ അവന് 7ഓളം ഭാഷകൾ അക്ഷരമാല ക്രമത്തിൽ എഴുതും. അത് അക്ഷരങ്ങൾ വായിക്കുകയും ചെയ്യും. പക്ഷേ പറയാൻ ഫ്ലുവൻ്റായിട്ട് പറയുമൊന്നുമില്ല. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറുപ്പം മുതലേ ഇവനിത് ചെയ്യുമ്പം മലയാളവും ഇംഗ്ലീഷൊക്കെ നമ്മൾ ആ ഒരു കോവിഡ് കാലത്ത് അവൻ വീട്ടിലിരിക്കുന്ന സമയത്ത് വെറുതെ എഴുതുമായിരുന്നു. അപ്പം മലയാളം ഇംഗ്ലീഷ് അല്ലേന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ചുമരിൽ എഴുത്ത് തുടങ്ങി. ചുമരിൽ മലയാളം കഴിഞ്ഞു, ഇംഗ്ലീഷ് കഴിഞ്ഞു, പിന്നെ ഹിന്ദിയായി, ഹിന്ദി കഴിഞ്ഞ് ബംഗാളിയായി, ബംഗാളിയും കഴിഞ്ഞിട്ട് മറാത്തി, അത് കഴിഞ്ഞ് തെലുങ്ക്, തമിഴ്, ഇത്തരം കഴിഞ്ഞിട്ട് റഷ്യൻ ഭാഷയിലേക്ക് എത്തിയപ്പോഴാണ് ശരിക്കും ഇത് എന്താണ് സംഭവം എന്ന് നമ്മൾ നോക്കാൻ തുടങ്ങിയത്. ഞാൻ സെന്റ് ആൻസ് UP സ്കൂളിലാണ് 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഹിന്ദി, മറാത്തി, ഇംഗ്ലീഷ്, തെലുങ്ക്, മലയാളം, കന്നഡ, ബംഗാളി, തമിഴ് ഞാൻ അറിയാം. ചൈനീസും ജപ്പാനീസും റഷ്യൻ അറിയാം. നിർബന്ധിച്ച് എഴുതിക്കുന്നതോ അങ്ങനെയൊന്നുമല്ല. ഈ സ്വന്തം യൂട്യൂബിലും 1-2 എഡ്യൂക്കേഷണൽ ആപ്പുണ്ട്, അതിലൊക്കെ നോക്കി പഠിക്കുന്നതാണ്. അത് നമ്മളാരുടെയും ഒരു സപ്പോർട്ട് അവന് ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾക്ക് പരിമിതമായ ഭാഷ ഇതേ അറിയുള്ളൂ, മലയാളവും ഇംഗ്ലീഷും പിന്നെ ഹിന്ദി കുറച്ചൊക്കെ, അത് മാത്രമേ അറിയുള്ളൂ. ബാക്കിയെല്ലാം അവൻ തന്നെ സംസാരിക്കാൻ അവൻ എഴുതുന്ന അക്ഷരങ്ങൾ പറയും. ഇപ്പം റഷ്യനിൽ എന്താണ് ആ എഴുതിയത്, ഏത് അക്ഷരമാണെന്നുള്ളത് അവൻ പറയും. കോവിഡ് സമയത്താണ് ഇവനിങ്ങനെ തുടങ്ങിയത്. പിന്നെ ചെറുപ്പം മുതൽ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ്നെസ് ഉണ്ടായിരുന്നു. ഇവന് അടങ്ങിയിരിക്കില്ല, ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കില്ല. ഇതുപോലെ എപ്പോഴും ഓട്ടവും ചാട്ടവും ഇതാണ്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെയിൻറ്റിങ്ങും ഈ സംഭവം എടുത്ത് കൊടുത്തത്. അപ്പോൾ അതിലിപ്പം വീട് മൊത്തം ഇപ്പം പെയിൻ്റ് അടിച്ച് ഇതാക്കി വരച്ച് ഇനിയിപ്പോൾ 1 ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ല. എന്ത് കിട്ടിയാലും അപ്പം തന്നെ ചുമരിൽ പോയി എഴുതും. പിന്നെ അവസാനം ഞാൻ അവന് ബോർഡ് വാങ്ങിക്കൊടുത്തു. എന്താണ് മുറ്റത്തെ ഇതുവരെ ഈ ടൈൽസിൽ വരെ എഴുതി വെക്കും, അതായത് ഇൻ്റർലോക്കിൽ വരെ ഫുൾ എഴുതി തീർക്കുമായിരുന്നു. അങ്ങനെ വന്നപ്പം അന്നേരമാണ് സ്കൂൾ അധികൃതർ ഇത് അറിയുന്നത്. അപ്പം അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഇവനെ അനുമോദിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെന്താണ് ആഗ്രഹം എന്ന് വെച്ചാൽ അവൻ എത്ര ലാംഗ്വേജ് പഠിക്കുന്നു അത്രയും പഠിക്കട്ടെ. കാരണം ഇത് നമ്മളെ സപ്പോർട്ടിലല്ല അവൻ പഠിച്ചത്. കാരണം നമ്മൾക്കിതിലിപ്പോൾ റഷ്യൻ ഭാഷയായാലും ഈ ബംഗാളി ആയാലും എനിക്ക് വൈഫിന് അതിനെപ്പറ്റിയൊരു പിടിപാടുമില്ല. അവൻ തന്നെ നോക്കി സ്വന്തം പറഞ്ഞ് പഠിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ എത്ര കാലം എന്താ വേണമെന്ന് വെച്ചാലോ നോക്കട്ടെ, സപ്പോർട്ട് ചെയ്യും നമ്മൾ കാര്യമായിട്ട് തന്നെ.
രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.